നമ്മൾ ഇലക്ട്രോൺ ബ്ലോക്ക് ഓരോ ബ്ലോക്കിനെ പറ്റി പറഞ്ഞു കൊടുക്കണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എസ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, എസ് ബ്ലോക്ക് ഗ്രൂപ്പ് 1 വേറെ പേരാണ് ഗ്രൂപ്പ് 2. ഗ്രൂപ്പ് 2 വേറെ പേരാണ് alkaline earth metals. Elements of group 1 and group 2 which have NS1 and NS2 outer electronic configuration belong to the S block elements. S block elements ഏതൊക്കെയാണ്? ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 ആണ്. ഗ്രൂപ്പ് 1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ outer electronic configuration NS1 ഉം ഗ്രൂപ്പ് 2 outer electronic configuration NS2 ആണ്. അവസാനത്തെ ഇലക്ട്രോൺസ് S ഓർബിറ്റിൽ കയറുന്നതാണ് S blockൽ വന്നത്. നേരത്തെ പറഞ്ഞു. They are all reactive metals with low ionization enthalpy. ഇവർക്കെല്ലാം ionization enthalpies വളരെ കുറവാണ്. മെറ്റൽസ് ജനറലി എന്താണ്? ഇലക്ട്രോൺ ഗിവേഴ്സ് ആണ്. പോസിറ്റീവ് ചാർജ് കിട്ടാനാണ് നോക്കുന്നത്. അതുകൊണ്ട് അയനൈസേഷൻ എനർജി എന്താണ്? ഒരു ഇലക്ട്രോൺ വിട്ട് കളയാനുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? കുറച്ച് ചെറിയ എനർജി കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇലക്ട്രോൺ അവർ പെട്ടെന്ന് വിട്ട് കളയും. മാത്രമല്ല ഒരു ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. They lose the outermost electron readily to form +1 ion. എന്താണ്? അവർ പെട്ടെന്ന് തന്നെ ഇലക്ട്രോൺസിന് വിട്ടു കൊടുക്കും. എന്താണ്? +1 സ്റ്റേറ്റിലോട്ട് മാറും. ആൽക്കലി മെറ്റൽസ് ആണെങ്കിൽ +1, ആൽക്കലി എർത്ത് മെറ്റൽസ് ആണെങ്കിൽ +2. The metallic character and the reactivity increase as we go down the group. Metallic character reactivity group ഒരു ഗ്രൂപ്പിൽ മേളിൽ താഴോട്ട് വരുന്നതോറും കൂടി കൂടി വരും. Because of high reactivity they are now never found pure in nature. Highly reactive എന്ന് വെച്ചാൽ അവർ ബാക്കിയുള്ള എലിമെന്റ്സ് ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്ത ഓരോ കോമ്പൗണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് ഒരു പ്യൂർ സ്റ്റേറ്റിൽ ഒരിക്കലും അങ്ങനെ നമ്മൾ നേച്ചറിൽ കാണാറില്ല. The compounds of S block elements with the exception of those of lithium and beryllium are predominantly ionic. എന്താണ്? ഗ്രൂപ്പ് 1 ലിഥിയോ ഗ്രൂപ്പ് 2 ബെറിലിയോ വെച്ചാൽ ബാക്കിയുള്ളവരെ പ്രിഡോമിനന്റ്ലി എന്താണ്? അയോണിക് ആണ്. ഇവർ രണ്ടുപേരും കോവാലന്റ് ക്യാരക്ടർ ഇച്ചിരി കൂടുതൽ കാണിക്കുന്നു. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് പി ബ്ലോക്ക് എലിമെന്റ്സിനെ പറ്റിയാണ്. The P block elements comprise those belonging to group 13 to 18, and these together with the S block elements are called representative elements or main group elements. ഗ്രൂപ്പ് 13 തൊട്ട് ഗ്രൂപ്പ് 18 വരെയുള്ള എലിമെന്റ്സ് അവരെയാണ് നമ്മൾ പി ബ്ലോക്ക് എലിമെന്റ്സ് വിളിക്കുന്നത്. കാരണം അവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺസ് ചേർന്ന് എവിടെയാണ്? പി ഓർബിറ്റിലാണ്, പി സെക്ഷനിലാണ് അവർ ചേർന്നത്. അതല്ല, അവരെ പി ബ്ലോക്ക് എലിമെന്റ്സ് നമ്മൾ വിളിക്കുന്ന വേറെ പേരാണെന്ത്? എസ് ബ്ലോക്ക് എലിമെന്റ്സിനെ പി ബ്ലോക്ക് എലിമെന്റ്സ് കൊണ്ട് ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? റെപ്രസെന്റേറ്റീവ് എലിമെന്റ്സ് അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലിമെന്റ്സ് നമ്മൾ വിളിക്കുന്നത്. The outermost electronic configuration varies from NS2 NP1 to NS2 NP6. എന്താണ്? NS2 NP1 തൊട്ട് NP6 പി ഓർബിറ്റിൽ 6 ഇലക്ട്രോൺസ് മൊത്തത്തിൽ കയറാം. അതുകൊണ്ട് തന്നെ 6 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഇലക്ട്രോൺ കൂടുന്ന ഗ്രൂപ്പ് മാറും. അതാണ് 6 ഗ്രൂപ്പ്. 13 തൊട്ട് 18 6 ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. NS1 NS2 NP1 തൊട്ട് NS2 NP6 വരെയുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ഉണ്ട്. At the end of each field is a noble gas element with a closed valence shell NS2 NP6 configuration. എന്താണ്? ഒരു പീരീഡിന്റെ അവസാനം എന്ന് പറയുന്നത് ഏതായിരിക്കും? ഗ്രൂപ്പ് 18 എലമെന്റ്സ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ ഗ്രൂപ്പ് 18 എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് ആണ്. അവർക്ക് ഫിൽഡ് ഓർബിറ്റൽ കോൺഫിഗറേഷൻ ആണ്, അല്ലെങ്കിൽ NS2 NP6 കോൺഫിഗറേഷൻ ആണ് അവർക്കുള്ളത്. All the orbitals in the valence shell of the noble gases are completely filled by electrons. നോബിൾ ഗ്യാസിന്റെ എല്ലാ ഓർബിറ്റൽസും ഇലക്ട്രോൺസ് ഫിൽഡ് ആണ്. And it is very difficult to alter this stable arrangement by the addition of removal of electrons. ഇവരുടെ ഓർബിറ്റൽസ് ഫിൽഡ് ആണ്. അവർ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു ഇലക്ട്രോണെ കളയാനോ വാങ്ങാനോ ഒന്നും പറ്റത്തില്ല. അപ്പോൾ റിയാക്ടിവിറ്റി ഭയങ്കര കുറവാണ്. The noble gases thus exhibit very low chemical reactivity. അതാണ് ഇവിടെ പറയുന്നത്. വളരെ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നമുക്ക് വെരി ലോ കെമിക്കൽ റിയാക്ടിവിറ്റി ആണ്. Proceeding the noble gas family. Proceeding the noble gas എന്ന് പറയുമ്പോൾ 18ാമത്തെ ഗ്രൂപ്പിന് മുമ്പുള്ള ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഗ്രൂപ്പ് 17 ആണ് പറയുന്നത്. Are two chemically important groups of non-metals. 2 ഗ്രൂപ്പുകളെ പറയുന്നുണ്ട്. ഏതൊക്കെ? ഗ്രൂപ്പ് 17 ആ ഗ്രൂപ്പ് 17 വേറെ പേരാണ് ഹാലജൻസും, ഗ്രൂപ്പ് 16 വേറെ പേരാണത് ചാൽക്കോജൻസ് എന്ന് പറയുന്നത്. These two groups of elements have highly നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപ്പി. ഇവർക്ക് വലിയ വാല്യൂ ഓഫ് ഇലക്ട്രോൺ ഗെയിൻ എന്തൽപ്പി ആണ്. എന്ന് വെച്ചാൽ ഇലക്ട്രോൺ വാങ്ങുമ്പോൾ അവർ റിലീസ് എനർജി, ഇലക്ട്രോൺ വാങ്ങുമ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺ വാങ്ങുമ്പോൾ എന്തൽപ്പി ചേഞ്ച്. അപ്പോൾ ഇലക്ട്രോൺ വാങ്ങുമ്പോൾ നെഗറ്റീവ് എന്തൽപ്പി എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ വാങ്ങുന്നത് അവർക്ക് എക്സോതെർമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോഡി സ്റ്റെബിലിറ്റി കിട്ടുന്ന ഒന്നാണ്.
So these two group of elements have highly negative electron enthalpies and readily add 1 or 2 electrons respectively. ഇപ്പൊ ഗ്രൂപ്പ് 17 ആണെങ്കിൽ അവർക്ക് ഒരു ഇലക്ട്രോണിന്റെ കുറവേ ഉള്ളൂ ഓർബിറ്റൽസ് ഫിൽ ആവാൻ. ഗ്രൂപ്പ് 16 ആണെങ്കിൽ 2 ഇലക്ട്രോണിന്റെ കുറവുണ്ട്. അപ്പം അവർ രണ്ടുപേരും ഇലക്ട്രോൺസ് വാങ്ങി സ്റ്റേബിൾ ആവാൻ നോക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ വെരി ഹൈ നെഗറ്റീവ് വാല്യൂസ് ഓഫ് ഇലക്ട്രോൺ enthalpy ആണ് ഉള്ളത്. The non-metallic character increases as we move from left to right across a period and metallic character increases as we go down the group. അപ്പം ഒരു പീരീഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകും. നമുക്കറിയാം ഒരു പീരിയോഡ് ടൈമിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആണ്, അവരെല്ലാം മെറ്റൽസ് ആണ് നമുക്കറിയാം. പിന്നെ റൈറ്റ് സൈഡിലോട്ട് വരുമ്പോൾ പി ബ്ലോക്ക് എലമെന്റ്സ് അവർക്ക് എന്താണ് അവർ നോൺ മെറ്റൽസ് ആണ് കൂടുതലും. അപ്പം എന്താണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരുവാണ്, മെറ്റൽസിൽ നിന്ന് നോൺ മെറ്റൽസിലേക്ക് നീങ്ങാണ്. മാത്രമല്ല ഒരു ഗ്രൂപ്പിൽ നിന്ന് മേലിൽ താഴോട്ട് വരുമ്പോൾ എന്താണ് മെറ്റാലിക് ക്യാരക്ടർ കൂടി വരും. കാരണം ആറ്റത്തിന്റെ സൈസ് കൂടുന്നുണ്ട്. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുമ്പോൾ പെട്ടെന്ന് ഇലക്ട്രോൺ വിട്ടു കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പം ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടും. മാത്രമല്ല പീരീഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കുറഞ്ഞു വരും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ വേറെ പേരാണെന്ത്? ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. These are the elements of group 3 to group 12 in the center of the periodic table. എന്നുവെച്ചാൽ ഗ്രൂപ്പ് 3 തൊട്ട് ഗ്രൂപ്പ് 12 വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് വിളിക്കുന്നത്. These are characterized by the filling of inner d orbitals by electrons and are therefore referred to as d block elements. Inner d orbitalsനെ ഫില്ല് ചെയ്യുന്ന എലമെന്റ്സ് ആണ് ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിച്ചു. These elements have the general outer electronic configuration n-1 d 1 to 10 ns 0 to 2. ഇതാണ് ഇവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത്. എക്സെപ്റ്റ് ഫോർ പലേഡിയം. പലേഡിയത്തിന് മാത്രം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സെപ്ഷൻ ഉണ്ട്. എന്താണ് അതിന്റെ കോൺഫിഗറേഷൻ പറഞ്ഞാൽ ഓക്കെ ദേ ആർ ഓൾ മെറ്റൽസ്. ഇവരെല്ലാം എന്താണ് മെറ്റൽസ് ആണ്. എസ് ബ്ലോക്ക് എന്തായിരുന്നു ഫുൾ എല്ലാം മെറ്റൽസ് ആയിരുന്നു. പക്ഷെ ബി ബ്ലോക്ക് എന്താണ് എല്ലാം മിക്സ് ആണ്. മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്, എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് ബി ബ്ലോക്ക് കിടക്കുന്നത്. അത് ഫുള്ള് മാർക്കുകൾ. ദേ മോസ്റ്റ്ലി ഫോം കളേർഡ് അയോൺസ്. ഇതാണ് ഇവരുടെ ഒരു പ്രത്യേക പ്രോപ്പർട്ടി. ഇവര് കളേർഡ് അയോൺസ് ഉണ്ടാക്കും. മാത്രമല്ല ഇവർക്ക് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സും കാണിക്കുന്നുണ്ട്. എക്സിബിറ്റ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. പാരാമാഗ്നറ്റിസം ആൻഡ് ഓഫൺ യൂസ്ഡ് ആസ് കാറ്റലിസ്റ്റ്. ഇതൊക്കെ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആണ്. എന്തൊക്കെ? ഒരു കളേർഡ് അയൺസ് ഫോം ചെയ്യും, വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ട്, പാരാമാഗ്നറ്റിസം കാണിക്കുന്നുണ്ട്. ഇവരുടെ കുറെ മെറ്റൽസ് എന്താണ് ഓരോ റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. However, zinc, cadmium and mercury which have the electronic configuration n-1 d 10 ns2 do not show most of the properties of transition elements. എന്താണ് ഇവർക്ക് ഫിൽഡ് ഓർബിറ്റൽസ് ആണുള്ളത്. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഒക്കെ ഇവർക്ക് ഈ ഓർബിറ്റൽ എസ് ഓർബിറ്റൽ ഫിൽഡ് ആണ്. അപ്പൊ അതുകൊണ്ട് സീമിയോ മെർക്കുറി. In a way, transition metals form a bridge between the chemically active metals of s block elements and the less active elements of group 13 and 14 and thus take their family name transition elements. എന്താണ് അപ്പം ഇവര് ട്രാൻസിഷൻ എലമെന്റ്സ് വിളിക്കാനുള്ള കാരണം എന്താണ്? നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ എസ് ബ്ലോക്ക് ഏറ്റവും ലെഫ്റ്റില് കിടക്കണം. അവര് എസ് ബ്ലോക്ക് ഇങ്ങനെ ഉണ്ട്, ഡി ബ്ലോക്ക് ഉണ്ട്, പി ബ്ലോക്ക് ഉണ്ട്. എസ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. പിന്നെ 3 തൊട്ട് 12 വരെ നമ്മുടെ ഡി ബ്ലോക്ക് എലമെന്റ്സ്, പിന്നെ 13 തൊട്ട് നമ്മുടെ പി ബ്ലോക്ക് എലമെന്റ്സ് തുടങ്ങണം. 13 ബ്ലോക്ക് എലമെന്റ്സ് തൊട്ട് എന്താണ് റിയാക്ടിവിറ്റി വളരെ കുറഞ്ഞ എലമെന്റ്സ് ആണ്. റിയാക്ടിവിറ്റി കൂടിയ എസ് ബ്ലോക്കിൽ നിന്ന് റിയാക്ടിവിറ്റി കുറഞ്ഞ പി ബ്ലോക്കിലേക്ക് ഇടയിൽ വരുന്ന എലമെന്റ്സ്. അതുകൊണ്ടാണ് എന്തിന് ഇവരെ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത്രയാണ് ഡി ബ്ലോക്കിന് ജനറൽ ആയിട്ട് പറയാനുള്ളത്. ഇനി ഓരോ ബ്ലോക്കിനെ പറ്റിയും ചാപ്റ്റേഴ്സ് ഇതിന് ശേഷം വരുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അടുത്ത പറയാനുള്ളത് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. എന്താണ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്? നമുക്കറിയാം നമ്മുടെ ഗ്രൂപ്പ് 6 നിന്നും 7 നിന്നും സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊരു ബ്ലോക്ക് താഴെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എഫ് ബ്ലോക്ക് എന്ന് വിളിച്ചത്. The 2 rows of elements at the bottom of the periodic table on the lanthanoids. ലാന്തനോയിഡ്സ് ഏതൊക്കെ? 58 തൊട്ട് 71 വരെ. ഇതൊക്കെ സീറിയം തൊട്ട് ലുട്ടീഷ്യം വരെയുള്ള എലമെന്റ്സും അതാണ് ലാന്തനോയിഡ്സ്. പിന്നെ ആക്ടിനോയിഡ്സ്. ആക്ടിനോയിഡ്സ് ഏതാ? 90 തൊട്ട്
103 വരെയുള്ള എലമെന്റ്സ് അവരാണ് എന്ത് എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. They are characterized by the outer electronic configuration, the n-2 f1 to 14 n-1 d0 to 1 ns2. ഇതാണ് അവരുടെ outer electronic configuration എന്ന് പറയുന്നത്. The last electron added to each element is filled in s orbital. ഓരോ ഈ ബ്ലോക്കിൽ എന്താണ് അവസാനത്തെ എലമെന്റ്സ് എന്താണ് അവസാനത്തെ ഇലക്ട്രോൺസ് എഫ് ഓർബിറ്റിലാണ് കയറുന്നത്. These two series of elements are hence called the inner transition elements. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നാണ് വിളിക്കുന്നത്. ട്രാൻസിഷൻ എലിമെന്റ്സ് ഏതായിരുന്നു? ഡി ബ്ലോക്ക് ആയിരുന്നു. പക്ഷെ ഇവർ തമ്മിൽ വ്യത്യാസം എന്താ? ഇവരുടെ ലാസ്റ്റ് ഇലക്ട്രോൺസ് എഫ് ഓർബിറ്റിലാണ് കയറി ചെയ്തത്. അവിടെ 6th പീരീഡിലും 7th പീരീഡിലും വരേണ്ടിയിരുന്ന എലമെന്റ്സ് ആയിരുന്നു. പക്ഷെ അവിടെ നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചു. അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെ ഇന്നർ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്ന് വിളിച്ചു. ദേ ആർ ഓൾ മെറ്റൽസ്. ഇപ്പം എസ് ബ്ലോക്കും ഡി ബ്ലോക്കും പോലെ തന്നെ എഫ് ബ്ലോക്കിലും എന്താണ് എല്ലാം മെറ്റൽസ് ആണ്. Within each series, the properties of the elements are quite similar. അപ്പം ഓരോ സീരീസ് എന്ന് വെച്ചാൽ സീരീസ് ഉദ്ദേശിക്കുന്നത് ലാന്തനോയിഡ് സീരീസും ആക്ടിനോയിഡ് സീരീസും. അതിനകത്ത് എന്താണ് അവരുടെ പ്രോപ്പർട്ടീസ് എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് എന്താണ് ഭയങ്കര സിമിലാരിറ്റി കാണിക്കുന്നു. The chemistry of the early actinoids is more complicated than the corresponding lanthanoids due to the large number of oxidation states possible for these actinoids. ആക്ടിനോയിഡ്സിന്റെ കെമിസ്ട്രി എന്താണ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ആക്ടിനോയിഡ്സിന്റെ ലാന്തനോയിഡ്സിനെക്കാളും ഒരുപാട് ഓക്സിജൻ സ്റ്റേറ്റ്സ് കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും. ആക്ടിനോയിഡ് എലിമെന്റ്സ് ആർ റേഡിയോ ആക്റ്റീവ്. ആക്ടിനോയിഡ് എലിമെന്റ്സ് എല്ലാം എന്താണ് റേഡിയോ ആക്റ്റീവ് ആണ്. Many of the actinoid elements have been made only in nanogram quantities or even less by nuclear reactions and their chemistry is not fully studied. അപ്പൊ ആക്ടിനോയിഡ് എലിമെന്റ്സിനെ കുറിച്ച് നമുക്ക് ഒരുപാടൊന്നും അറിയത്തില്ല. കാരണം അവര് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പറയുന്നത് നാനോഗ്രാം ക്വാണ്ടിറ്റീസ് ആണ് ഓർ ഈവൻ ലെസ്. ന്യൂക്ലിയർ റിയാക്ഷൻസ് എന്നാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ എന്താ അവര് അവൈലബിലിറ്റി കുറവായതുകൊണ്ട് ഒരുപാട് അതിനെപ്പറ്റി പഠനം നടത്തിയിട്ടില്ല. The elements after uranium are called trans-uranium elements. യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിനെ നമ്മൾ എന്ത് ട്രാൻസ്-യുറേനിയം എലമെന്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇതാണ് യുറേനിയം. യുറേനിയത്തിന് ശേഷം വരുന്ന എലമെന്റ്സിന് ഇതിനെയാണ് നമ്മൾ ട്രാൻസ്-യുറേനിയം എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാ ബ്ലോക്കിനെ പറ്റിയും ഒരു ഐഡിയ നമുക്ക് കിട്ടി. അതിന്റെ പൊസിഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ബ്ലോക്ക് ആക്കി മാറ്റിയത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബേസിസ് എന്താണ് നമുക്ക് പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. അപ്പം ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. In addition to displaying the classification of elements into S, P, D and F blocks, Figure 3.3 shows another broad classification of elements based on their properties. Elements can be divided into metals and non-metals. So, നമ്മൾ periodic table നോക്കാം. നോക്കുമ്പോൾ നമുക്ക് കാണാം മെറ്റൽസിന് 4 കളേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. നോൺ മെറ്റൽസിന് 2 കളർ, മെറ്റലോയിഡ്സിന് ഒരു ഓറഞ്ച് കളർ ഡിനോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. Metals comprise more than 78% of all known elements and appear on the left side of the periodic table. Periodic table ഏകദേശം 78% മേലെ ഉള്ളത് എന്താണ് മെറ്റൽസ് ആണ്. Metals are usually solids at room temperature. യൂഷ്വലി മെറ്റൽസ് എന്താണ് സോളിഡ്. നമ്മൾ സ്ഥിരം കാണുന്ന മെറ്റൽസ് ഒക്കെ എന്താണ് സോളിഡ് ആണ് അല്ലേ. പക്ഷെ എക്സെപ്ഷൻസ് ഉണ്ട്. എന്ത് നമ്മുടെ മെർക്കുറി എന്ന് പറയുന്നത് നമ്മൾ തെർമോമീറ്ററിലൊക്കെ ഉപയോഗിക്കുന്ന മെർക്കുറി അതെന്താണ് റൂം ടെമ്പറേച്ചർ ലിക്വിഡ് ആണ്. പിന്നെ ഗാലിയം, സീഷ്യം അവരുടെ മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. 303 കെൽവിൻ ആണ്. 303 കെൽവിൻ, 302 കെൽവിൻ. ഇപ്പൊ നമ്മള് നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അടിച്ചു കഴിഞ്ഞാൽ അത് എന്താണ് മെൽറ്റ് ചെയ്ത് പോകും. അപ്പൊ അത്രയും മെൽറ്റിംഗ് പോയിന്റ് കുറവാണ് ഈ മെറ്റൽസ്. മെറ്റൽസ് യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്സ്. അവരുടെ ബോയിലിംഗ് പോയിന്റ്സ് വളരെ കൂടുതലാണ്. അറിയാം, ദേ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഒരു ഹീറ്റിംഗ് ഇലക്ട്രിസിറ്റി നല്ലപോലെ കണ്ടക്ട് ചെയ്യുന്നവരാണ്. ദേ ആർ മെലിയബിൾ എന്ന് വെച്ചാൽ എന്താണ് അവരെ അടിച്ച് നമുക്ക് ഷീറ്റ്സ് ആക്കി മാറ്റാൻ പറ്റും. അതാണ് നമ്മൾ മെലിയബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പിന്നെ ഡക്റ്റൈൽ. ഡക്റ്റൈൽ എന്ന് വെച്ചാൽ എന്താ മെറ്റൽസിനെ നമുക്ക് വയറാക്കി മാറ്റാൻ പറ്റും. അതാണ് ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുന്നത്. In contrast, non-metals are located at the top right hand side of the periodic table. അപ്പം periodic table റൈറ്റ് സൈഡിൽ വരുന്നവരാണ് കൂടുതൽ non-metals എന്ന് പറയുന്നത്. In fact, in a horizontal row, the property of elements change from metallic on the left to non-metallic on the right. ഒരു പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ മെറ്റാലിക് നോൺ മെറ്റാലിക് റൈറ്റിലോട്ട് പോകും.
നോൺ മെറ്റൽസ് ആർ യൂഷ്വലി സോളിഡ്സ് ഓർ ഗ്യാസസ് അറ്റ് റൂം ടെമ്പറേച്ചർ. നോൺ മെറ്റൽസ് യൂഷ്വലി എന്താണ് സോളിഡ് അല്ലെങ്കിൽ ഗ്യാസസ് ആണ് റൂം ടെമ്പറേച്ചറിൽ. അവരുടെ മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, ബോയിലിംഗ് പോയിന്റ് കുറവാണ്. അപ്പൊ അതിനകത്ത് എക്സെപ്ഷൻ ആണ് ആര്? ബോറോൺ, കാർബൺ എന്ന് പറയുന്നത്. അവർക്ക് ഇത് ഹൈ ആണ്. ദേ ആർ പൂർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി അവർ കണ്ടക്ട് ഒന്നും ചെയ്യാറില്ല. മോസ്റ്റ് നോൺ മെറ്റാലിക് സോളിഡ്സ് ആർ ബ്രിട്ടിൽ. ബ്രിട്ടിൽ എന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ഒടിഞ്ഞു പോകും. മോസ്റ്റ് നോൺ മെറ്റാലിക് സോളിഡ്സ് ആർ ബ്രിട്ടിൽ ആൻഡ് ആർ നൈദർ മലിയബിൾ നോർ ഡക്റ്റൈൽ. മെറ്റൽസ് എന്താണ്? ബ്രിട്ടിലാണ്, മലിയബിൾ അല്ല, ഡക്റ്റൈൽ അല്ല. ദ എലമെന്റ്സ് ബിക്കം മോർ മെറ്റാലിക് ആസ് വി ഗോ ഡൗൺ എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൽ നമ്മൾ മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ മെറ്റാലിക് ക്യാരക്ടർ കൂടി കൂടി വരും എന്ന് പറയാം. The non-metallic character increases as one goes from left to right across the periodic table. Already പറഞ്ഞതാണ്. The change from metallic to non-metallic character is not abrupt, as shown by thick zigzag line in figure 3. അപ്പം പീരിയോഡിക് ടേബിളിൽ ഇന്ന പോയിന്റ് തൊട്ട് ഇന്ന പോയിന്റ് വരെ മെറ്റൽസ്, അത് കഴിഞ്ഞ നോൺ പോയിന്റ്, അങ്ങനെയല്ല. ഒരു സിഗ്സാഗ് ലൈൻ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇതാണ് ആ വര എന്ന് പറയുന്നത്. ഈ ലൈൻ അപ്പുറത്താണ് ഇത് നോൺ മെറ്റൽസ് വരുന്നത്. അപ്പൊ ആദ്യം മെറ്റൽസ് വന്നു, പിന്നെ മെറ്റലോയിഡ്സ് വന്നു, അതിനപ്പുറത്തേക്ക് നോൺ മെറ്റൽസ് വന്നു, പിന്നെ നമ്മുടെ നോബൽ ഗ്യാസസ്, അത് നോൺ മെറ്റൽസ് ആണ്. അപ്പൊ ഈ നീല വരെ ഉള്ളതാണെന്ത് നമ്മുടെ മെറ്റൽസ് പറയുന്നത്. അതിനപ്പുറത്ത് മെറ്റലോയിഡ്സ് ഈ കളറിൽ കാണിച്ചിട്ടുണ്ട്. സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം, പൊളോണിയം, അസ്റ്റാറ്റിൻ ഒക്കെ അതൊക്കെ മെറ്റലോയിഡ്സ് ആണ്. ഓക്കെ. The elements silicon, germanium, arsenic, antimony, tellurium bordering this line and running diagonally across the periodic table show properties that are characteristic of both metals and non-metals. അപ്പൊ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റലോയിഡ്സ്, എന്താണ് മെറ്റലോയിഡ്സ്? അവർക്ക് എന്താണ് മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവരെ മെറ്റലോയിഡ്സ്, അല്ലെങ്കിൽ അവരുടെ വേറെ പേരാണെന്ത്? സെമി മെറ്റൽസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെന്റ്സ്. അപ്പം എന്താണ് ക്ലാസിഫൈ ചെയ്ത ഒരു ഗ്രൂപ്പും റോസ് ആക്കി എന്തിനാണ്? അവരുടെ പ്രോപ്പർട്ടീസ് ഈസിലി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ പീരിയോഡിക് ടേബിളിൽ ഓരോ പ്രോപ്പർട്ടീസിന്റെയും ട്രെൻഡ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. There are many observable patterns in the physical and chemical properties of elements as we descend in a group or move across a period in the period table. എന്താണ് ഒരു ഗ്രൂപ്പിൽ മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഒരു പീരീഡിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴും നമുക്ക് ഒബ്സർവബിൾ, നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എന്താണ് പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് മാറാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, വിത്തിൻ എ പീരീഡ് chemical reactivity tends to be high in group 1 metals, lower in elements towards the middle of the table and increases to a maximum in group 70 non-metals. ഇപ്പൊ നമ്മളൊരു പീരീഡ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് 1 മെറ്റൽസ് എന്താണ് ഹൈലി റിയാക്റ്റീവ് മെറ്റൽസ് ആണ്. പിന്നെ ഡി ബ്ലോക്ക് ഒക്കെ എത്തുമ്പോഴേക്കും എന്താണ് റിയാക്ടിവിറ്റി നല്ല കുറയും. പിന്നെ ഗ്രൂപ്പ് 17 എത്തുമ്പോൾ എന്താ മാക്സിമം എത്തി. പിന്നെ 8 എത്തുമ്പോൾ എന്താണോ ഒട്ടും റിയാക്റ്റീവ് അല്ല. അങ്ങനത്തെ അവസ്ഥയാണ് തീർന്നത്. Likewise within a group of representative metals. ഇപ്പൊ റെപ്രസെന്റേറ്റീവ് മെറ്റൽസ് വെച്ചാൽ എന്താണ് എസ് ബ്ലോക്ക് അല്ലെങ്കിൽ പി ബ്ലോക്കിലുള്ള ഗ്രൂപ്പുകൾ. റിയാക്ടിവിറ്റി ഇൻക്രീസസ് ഓൺ മൂവിങ് ഡൗൺ ദി ഗ്രൂപ്പ്. ചില ഗ്രൂപ്പിൽ മേളിൽ താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. വേറെ വിത്തിൻ എ ഗ്രൂപ്പ് ഓഫ് നോൺ മെറ്റൽസ് ഹാലജൻസ് റിയാക്ടിവിറ്റി ഡിക്രീസസ് ഡൗൺ ദി ഗ്രൂപ്പ്. സോറി, തെറ്റിപ്പോയി. നമ്മൾ ആൽക്കലി മെറ്റൽസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, എസ് ബ്ലോക്ക് എലിമെന്റ്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ റിയാക്ടിവിറ്റി എന്താണ് മേളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും കൂടി വരും. പക്ഷെ നമ്മൾ ഇപ്പം ഗ്രൂപ്പ് 17 അടുത്താണ് പറയുന്നതെങ്കിൽ ഹാലജൻസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഫ്ലൂറിൻ, ക്ലോറിൻ ഒക്കെ അത് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള എലിമെന്റ്സ് ആണ്. പക്ഷെ താഴോട്ട് എത്തുന്നതോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. ഗ്രൂപ്പില് മേലെയും താഴോട്ട് വരുമ്പോൾ റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. But why do the properties of elements follow these? എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീസിൽ ഈ എന്താണ് ഒരു ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റിയത്? എന്തുകൊണ്ടാണ്? ആൻഡ് ഹൗ ക്യാൻ വി എക്സ്പ്ലെയിൻ പീരിയോഡിസിറ്റി? പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അതാണ് നമുക്ക് നോക്കാനുള്ളത്. There are numerous physical properties of elements such as melting and boiling points, heat of fusion and vaporization. Fusion എന്ന് വെച്ചാൽ നമ്മുടെ മെൽറ്റിംഗ് എന്ന് പറയുന്നതാണ് ഫ്യൂഷൻ. ആൻഡ് വേപ്പറൈസേഷൻ എന്താ വെച്ചാൽ എന്താണ് ലിക്വിഡിൽ നിന്ന് ഗ്യാസിയസ് ഫോമിലോട്ട് മാറും, അതിന് വേപ്പറൈസേഷൻ. അതിന്റെ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ, വേപ്പറൈസേഷൻ. എനർജി ഓഫ് അറ്റോമൈസേഷൻ എന്താണ് ഒരു എലിമെന്റ്
എക്സിസ്റ്റ് ചെയ്യുന്ന എന്താണ് എപ്പോഴും കമ്പൈൻഡ് ഫോമിലാണ്. അപ്പൊ അതിനെ മാറ്റി നമ്മൾ സിംഗിൾ ആറ്റം ആക്കി മാറ്റാനുള്ള എനർജി, അതിനാണ് എനർജി ഓഫ് അറ്റോമൈസേഷൻ വിച്ച് ഓഫ് പീരിയോഡിക് വേരിയേഷൻസ്. അപ്പൊ അതിനെല്ലാം എന്താണ്, ഇതിനെല്ലാം പീരിയോഡിക് വേരിയേഷൻസ് ഉണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പീരിയോഡിക് ട്രെൻഡ്സ് ഏതൊക്കെയാണ്? അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയൈ, അയനൈസേഷൻ എന്തൽപി, ഇലക്ട്രോൺ ഗെയിൻ എന്തൽപി, ഇലക്ട്രോനെഗറ്റിവിറ്റി, ഈ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് അറ്റോമിക് റേഡിയസിനെ കുറിച്ചാണ്. അപ്പൊ ഇത് നമുക്കറിയാം, നമ്മള് സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഒരു ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 10⁻⁻10 റേഞ്ചിലും വരുന്നതാന്ന് പറഞ്ഞു. ന്യൂക്ലിയസിന്റെ റേഡിയസ് പറയുകയാണെങ്കിൽ ഏകദേശം 10⁻15 റേഞ്ചിൽ വരുന്ന നമ്മളന്ന് പറഞ്ഞിരുന്നു. ഈ 10⁻10 റേഞ്ചിലാണ് ഒരു ആറ്റത്തിന്റെ റേഡിയസ് വരുന്നത്. You can very well imagine that finding the size of an atom is a lot more complicated than measuring the radius of a ball, because the size of an atom is very small. Secondly, since the electron cloud surrounding the atom does not have a sharp boundary, the determination of atomic size cannot be precise. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ന്യൂക്ലിയസ്, ഒരു ആറ്റത്തിൽ ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്ത്, അപ്പം ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിനൊരു എന്താണ്, ക്ലൗഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഡെഫിനറ്റ് ബൗണ്ടറി നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇതുവരെ ഇതുവരെയാണ് ആറ്റത്തിന്റെ റേഡിയസ് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കൊരു ഏകദേശ കണക്ക് അത്ര നമുക്ക് പറയാൻ പറ്റും. In other words, there is no practical way by which the size of an individual atom can be measured. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ആറ്റത്തിന്റെ റേഡിയസ് പറയാനുള്ള ഒരു വഴി ഇല്ല. However, an estimate of the atomic size can be made by knowing the distance between the atoms in the combined state. അപ്പോൾ എങ്ങനെയാണ് റേഡിയസ് അളക്കുന്നത്? ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവരുടെ രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്തൊരു എലിമെന്റോ കോമ്പൗണ്ടോ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ്, ആ ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ച് നമുക്ക് അതിന്റെ റേഡിയസ് പറയാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. One practical approach to estimate the size of an atom of a non-metallic element is to measure the distance between two atoms when they are bound together by a single bond in a covalent molecule. ഇപ്പൊ നോൺ മെറ്റൽസ് ആണെങ്കിൽ എന്താണ്, ഒരു കോവാലന്റ് മോളിക്യൂൾസ് ആണ് കൂടുതലുണ്ടാക്കുന്നത്. കോവാലന്റ് മോളിക്യൂൾസ് ഉണ്ടായാൽ ഒരു സിംഗിൾ ബോണ്ട് വഴി ഒരു കോവാലന്റ് ബോണ്ട് വെച്ചാണ് കോവാലന്റ് മോളിക്യൂൾസ് ഉണ്ടായതെങ്കിൽ ആ ബോണ്ട് ഡിസ്റ്റൻസിന്റെ പകുതി ആയിരിക്കും അവരുടെ കോവാലന്റ് റേഡിയസ് എന്ന് പറയുന്നത്. അതേപോലെ പലതരം റേഡിയസ്, ഫോർ എക്സാമ്പിൾ ദ ബോണ്ട് ഡിസ്റ്റൻസ് ഇൻ ക്ലോറിൻ മോളിക്യൂൾ. അപ്പൊ ഒരു Cl2 മോളിക്യൂൾ വരയ്ക്കാൻ ഇതൊരു രണ്ട് Cl ക്ലോറിൻ ആറ്റംസ് എന്ന് വിചാരിക്കാം, അവര് ബോണ്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ബോണ്ട് ഡിസ്റ്റൻസ് എത്രയാന്ന് പറയുന്നുണ്ട്, 198 പൈക്കോമീറ്റർ. എന്ന് വെച്ചാൽ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസ് തൊട്ട് മറ്റേ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 198 പൈക്കോമീറ്റർ ആണ് തന്നിരിക്കും. ഓക്കെ, ആൻഡ് ഹാഫ് ദിസ് ഡിസ്റ്റൻസ് ഈസ് ടേക്കൺ ആസ് ദി അറ്റോമിക് റേഡിയസ് ഓഫ് ക്ലോറിൻ. അപ്പൊ ഈ ഡിസ്റ്റൻസിന്റെ പകുതി എത്രയാണ്? പകുതി എന്ന് പറയുമ്പോൾ 190 പകുതി എത്രയാ? 99 പൈക്കോമീറ്റർ. ഇതാണ് ക്ലോറിൻ ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഈ കേസിൽ ഇതിനെ കോവാലന്റ് റേഡിയസ് വിളിക്കും. ഈ കേസിൽ കോവാലന്റ് റേഡിയസ് ആണ് അതിന്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, for metals we define the term metallic radius, which is taken as half the internuclear distance separating the metal cores in the metallic crystal. For example, മെറ്റൽസ് നമ്മൾ നോൺ മെറ്റൽസ് പറഞ്ഞാൽ കോവാലന്റ് റേഡിയസ് ആണ്. മെറ്റൽസ് ആണെങ്കിൽ നമ്മൾ മെറ്റാലിക് റേഡിയസ് ആണ് എടുക്കുന്നത്. The distance between two adjacent copper atoms in solid copper is 256 picometer. Hence, the metallic radius of copper is assigned a value of 120 picometer. ഇപ്പം മെറ്റൽസിന് നമ്മൾ മെറ്റാലിക് റേഡിയസ് ആണ് പറയുക. ഇപ്പം മെറ്റൽ പ്യുവർ കോപ്പർ എടുക്കുകയാണെങ്കിൽ കോപ്പർ ആറ്റത്തിന്റെ രണ്ട് കോപ്പർ ആറ്റത്തിൽ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 256 പൈക്കോമീറ്റർ ആണ്. അതിന്റെ പകുതിയായിട്ടുള്ള 128 പൈക്കോമീറ്റർ ആണ് നമ്മൾ മെറ്റാലിക് റേഡിയസ് ആണ് എടുക്കുന്നത്. For simplicity in this book, we use the term atomic radius to refer to both covalent or metallic radius. ഈ ബുക്കിൽ ഇവിടെ അറ്റോമിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇത് അണ്ടർസ്റ്റുഡ് ആണ്. നോൺ മെറ്റൽ ആണെങ്കിൽ കോവാലന്റ് റേഡിയസും മെറ്റൽസ് ആണെങ്കിൽ മെറ്റാലിക് റേഡിയസും ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, atomic radius can be measured by X-ray or other spectroscopic methods. Atomic radius നമുക്ക് X-ray വെച്ചോ
വേറെ സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് വെച്ചൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, The atomic radii of two elements are listed in table 3.6. Table 3.6 ഇവിടെ കാണിച്ചു. അപ്പൊ നമ്മളിത് സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് ഉണ്ട്, തേർഡ് പീരീഡ് എലമെന്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. Two trends are obvious. We can explain. ഇപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ട്രെൻഡ് ഒബ്സർവ് ചെയ്ത് നമുക്ക് നോക്കാം. സെക്കൻഡ് പീരീഡ് ആണെങ്കിൽ ഇവിടെ 152, 111, 88, 77, 74, 66, 64 നമുക്ക് എന്താണ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് അറ്റോമിക് റേഡിയസ് കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കുറഞ്ഞു വരിക നമുക്ക്. തേർഡ് പീരീഡിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാൻ. സോഡിയം 186, മഗ്നീഷ്യം 160, 143, 117, 110, 104, 19. അപ്പൊ അവിടെ എന്താണ്, അവിടെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. The atomic size generally decreases across a period as illustrated. നമ്മളിപ്പോൾ കണ്ടു ഇതാണ് അറ്റോമിക് സൈസ് ഒരു പീരീഡിൽ കുറഞ്ഞു വരിക. For the elements in the second period, it is because within the period the outer electrons are in same valence shell and the effective nuclear charge increases as the atomic number increases, resulting in the increased attraction of electrons to the nucleus. അപ്പോൾ നമുക്കറിയാം ഒരു പീരീഡില് ഒരേ ഓർബിറ്റലിലാണ് ഔട്ടർ ഇലക്ട്രോൺസ് കയറുന്നത്. ഇപ്പം സെക്കൻഡ് പീരീഡ് ആണെങ്കിൽ അവിടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 തന്നെ ആയിരിക്കും ഔട്ടർ ഇലക്ട്രോണിന്റെ. തേർഡ് പീരീഡ് ആണെങ്കിൽ ഔട്ടർ ഇലക്ട്രോണിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആയിരിക്കും. ഇപ്പൊ ഒരേ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസ് കയറുന്നത്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടി വരികയാണ്. ഓക്കെ, അപ്പം എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്സ്ട്രാ പുതിയ ഓർബിറ്റ് ഒന്നും വരുന്നില്ല. പക്ഷെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടി നമ്പർ ഓഫ് പ്രോട്ടോൺസ് കൂടി വരുന്നുണ്ട്. പക്ഷെ ഓർബിറ്റിന്റെ എണ്ണം കൂടി വരുന്നില്ല. അപ്പൊ ഒരേ ഓർബിറ്റാണ് ഇലക്ട്രോൺസ് ഇരിക്കുന്നത്, മാത്രമല്ല പ്രോട്ടോൺസിന്റെ എണ്ണം കൂടി വരികയാണ്. അപ്പം അട്രാക്റ്റീവ് ഫോഴ്സിന്റെ വാല്യൂ കൂടി വരികയാണ്. അതുകൊണ്ട് അറ്റോമിക് കുറഞ്ഞു വരും. അപ്പൊ അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. It is because within the period the outer electrons are in the same valence shell and the effective nuclear charge increases as the atomic number increases, resulting in the increased attraction of the electrons to the nucleus. അതാണ് പറയുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഷെല്ലിന്റെ എണ്ണം ഒന്നും കൂടുന്നില്ല, പക്ഷെ ന്യൂക്ലിയസിലുള്ള പ്രോട്ടോൺസിന്റെ എണ്ണം കൂടുന്നു. അപ്പൊ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പോൾ ഔട്ടർ ഇലക്ട്രോൺസ് കൂടുതൽ അട്രാക്റ്റീവ് ഫോഴ്സ് അനുഭവിക്കുന്നു. അപ്പം അറ്റോമിക് സൈസ് കുറഞ്ഞു വരുന്നു. അതാണ് ഇവിടുത്തെ ഒരു എന്താണ് കാരണം എന്ന് പറയുന്നത്. പീരീഡിൽ നിന്ന് ലെഫ്റ്റോട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ അറ്റോമിക് സൈസ് കുറയാനുള്ള കാരണം. Within a family or vertical column of the periodic table, the atomic radius increases. ഒരു ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്താ മേളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടി വരും. അതെന്തുകൊണ്ടാ? സിമ്പിൾ ലോജിക് ആണ്. കാരണം നമുക്കറിയാം ഗ്രൂപ്പിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഓരോ പീരീഡ് കൂടി വരണം. അപ്പൊ എന്താണ് എക്സ്ട്രാ ഒരു ഷെല്ല് കൂടി വരണം. അപ്പൊ ഒരു ഷെല്ല് കൂടുമ്പോൾ എന്താ അതിനനുസരിച്ച് അറ്റോമിക് സൈസ് കൂടി വരും. സിമ്പിൾ ലോജിക് ആണ്. For alkali metals and halogens, as we descend down the groups, the principal quantum number n increases and the valence electrons are farther from the nucleus. ഇപ്പൊ പറഞ്ഞതാണ് already. This happens because the inner energy levels are filled with electrons, which serve to shield the outer electrons from the pull of the nucleus. Consequently, the size of the atom increases as reflected in the atomic radii. അപ്പൊ എന്താണ് നമ്മൾ പുതിയ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഫില്ലിങ് ചെയ്യുന്നത് മാത്രമല്ല, പുതിയ നമ്പർ ഓഫ് ഷെൽസും കൂടുന്നുണ്ട്. മാത്രമല്ല അകത്ത് ഷെൽഫിലുള്ള ഇലക്ട്രോൺസും പുറത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ റിപ്പല്ലും ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഷീൽഡിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഷീൽഡിങ് കൊണ്ട് മാത്രമല്ല നമ്പർ ഓഫ് ഷെൽസും കൂടുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ നിന്ന് മേലെ നിന്ന് താഴോട്ട് വരുമ്പോൾ നമുക്ക് അറ്റോമിക് റേഡിയസ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. Note that the atomic radii of noble gases are not considered here. Being monoatomic, their values are very large. In fact, radii of noble gases should be compared not with the covalent radii but with the van der Waals radii of other elements. നമുക്കറിയാം നോബിൾ ഗ്യാസ് അറ്റോമിക് റേഡിയെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. കാരണം നമ്മൾ എപ്പോഴും റേഡിയസ് അളക്കുന്നത് എങ്ങനെയാണ്? ഒരു ബൗണ്ട് ഷെല്ലിൽ രണ്ട് ആറ്റമിനും മിനിമം ബോണ്ട് ചെയ്തിരിക്കണം. എന്നിട്ട് ആ ബോണ്ട് ചെയ്ത അവസ്ഥയിൽ നിന്ന് ആണ് നമ്മൾ ബോണ്ടിന്റെ പകുതി ഡിസ്റ്റൻസ് എടുത്താണ് റേഡിയസ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നോബിൾ ഗ്യാസ് എന്ന് വെച്ചാൽ ഒട്ടും റിയാക്റ്റീവ് അല്ല. അവര് അറ്റ്മോസ്ഫിയറിൽ ഒറ്റയായിട്ടാണ് നിൽക്കുന്നത്. ബോണ്ടഡ് സിറ്റുവേഷൻ നമുക്ക് നോബിൾ ഗ്യാസിന് കിട്ടത്തില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അവരെ നമ്മൾ വാൻ ഡെർ വാൾസ് റേഡിയസ് വെച്ചാണ് പറയുന്നത്. വാൻ ഡെർ വാൾസ് റേഡിയസ് എന്ന് പറഞ്ഞാൽ രണ്ട് നോൺ ബോണ്ടഡ് ആറ്റംസ് ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ക്ലോറിൻ മോളിക്യൂൾ നമ്മൾ കൺസിഡർ ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോറിൻ മോളിക്യൂൾ ഒരു ക്ലോറിൻ പറഞ്ഞ് Cl2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അറിയാം.
ഇതൊരു ക്ലോറിൻ ആറ്റം, ഇതൊരു ക്ലോറിൻ ആറ്റം, അതൊരു ന്യൂക്ലിയസ്. ഓക്കെ, ഇനി വേറൊരു ക്ലോറിൻ മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട് അതിന്റെ. ഓക്കെ, അപ്പൊ രണ്ട് നോൺ ബോണ്ടഡ് ആയിട്ടുള്ള മോളിക്യൂൾസ് നമുക്കിവിടെ ഉണ്ട്. അപ്പൊ അങ്ങനെ നോൺ ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന രണ്ട് മോളിക്യൂളിന്റെ ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് ആണ് നമ്മൾ, ആ ഡിസ്റ്റൻസിന്റെ ഹാഫ് ആണ് നമ്മൾ എന്ത് വാണ്ടർ വാൾസ് റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ നോബൽ ഗ്യാസിന്റെ പറയുമ്പോൾ വാണ്ടർ വാൾസ് റേഡിയസ് എടുത്ത് നമുക്ക് ബാക്കിയുള്ള എലമെന്റ്സ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ഒരു ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഗ്രൂപ്പ് 1 അറ്റോമിക് റേഡിയസ്, ഗ്രൂപ്പ് 17 അറ്റോമിക് റേഡിയസ് രണ്ടും നോക്കുകയാണെങ്കിൽ താഴോട്ട് വരും തോറും അറ്റോമിക് റേഡിയസ് കൂടി വരാം. ഓക്കെ, പിന്നെ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് പോകും. അയോണിക് റേഡിയസ്. ഇപ്പൊ എന്താണ് അയോൺ? നമുക്കറിയാം അയോൺ എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് തരമുണ്ട്, കാറ്റയോണും ആനയോണും. ഇപ്പൊ എന്താണ് കാറ്റയോൺ അല്ലെങ്കിൽ അയോൺ? ഒരു ന്യൂട്രൽ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന അയോണിന്, നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺ, ഒരു ഇലക്ട്രോൺ കിട്ടുമ്പോൾ നെഗറ്റീവ് ചാർജ് കൂടുമല്ലോ. അപ്പൊ നെഗറ്റീവ്ലി ചാർജ് അയോണിനെയാണ് നമ്മൾ എന്ത് ആനയോൺ എന്ന് വിളിക്കുക. മാത്രമല്ല ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ കളയുകയാണ്. ഇലക്ട്രോൺ കളയുന്ന വെച്ചാൽ നെഗറ്റീവ് ചാർജിനെ കളയുകയാണ്. അപ്പൊ ആറ്റത്തിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പൊ ഇലക്ട്രോണെ കളഞ്ഞുകൊണ്ടുണ്ടാവുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് അയോണിനെയാണ് നമ്മൾ കാറ്റയോൺ എന്ന് വിളിക്കുക. അപ്പൊ കാറ്റയോൺ ആനോൺ എല്ലാവർക്കും അറിയായിരിക്കും. The removal of an electron from an atom results in the formation of a cation. നമ്മളിപ്പോ പറഞ്ഞു ഇലക്ട്രോണെ കളയുമ്പോൾ കാറ്റയോൺ ഉണ്ടാകുന്നു. whereas gain of an electron, ഇലക്ട്രോണെ കിട്ടുമ്പോൾ നമ്മൾ ആനയോൺ ഉണ്ടാകും. The ionic radii can be estimated by measuring the distance between the cations and anions in ionic crystals. ഇപ്പൊ നമ്മൾ അയോണിക് റേഡിയസ് എങ്ങനെയാണ് അളക്കുന്നത്? അയോണിക് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നു, അയോണിക് ക്രിസ്റ്റൽസ് ഉണ്ടാകുന്നു. ആ അയോണിക് ക്രിസ്റ്റലിൽ അയോൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചാണ് നമ്മൾ അയോണിക് റേഡിയ അളക്കുന്നത്. In general, the ionic radii of elements exhibit the same trend as the atomic radii. Atomic radiusന്റെ ട്രെൻഡ് ആണോ അതേപോലെ തന്നെയാണ് അയോണിക് റേഡിയസിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെയാണ്? സ്പീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അറ്റോമിക് റേഡിയസ് കുറയും നമുക്കറിയാം. ഗ്രൂപ്പിൽ മേലിൽ നിന്ന് താഴോട്ട് അറ്റോമിക് റേഡിയസ് കൂടും നമുക്കറിയാം. അതേ ട്രെൻഡാണ് അയോണിക് റേഡിയസും ഫോളോ ചെയ്യുന്നത്. A cation is smaller than its parent atom because it has fewer electrons, whereas nuclear charge remains the same. അപ്പൊ നമുക്ക് എന്താണ് ഒരു cation നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പൊ നമുക്ക് ചിന്തിക്കുക, ഒരു ആറ്റം ഉണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ 2 പോസിറ്റീവ് ചാർജ് ഉണ്ട്, 2 നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് എന്താണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എല്ലാത്തിനും ഓരോന്നിനും ഒന്നേ കിട്ടത്തുള്ളൂ, നമുക്കറിയാം. അപ്പൊ ഓരോ ഇലക്ട്രോണിനും ഒരു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് നമുക്ക് കിട്ടത്തുള്ളൂ, നമുക്കറിയാം. ഓക്കെ, അപ്പൊ ഒരു ഇലക്ട്രോൺ പോയെന്ന് വിചാരിക്കാം. ഇലക്ട്രോൺ പോയെങ്കിൽ എങ്ങനെയാവും? ഇപ്പോഴും ഇവിടെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺ ഉണ്ട്, പക്ഷെ ഇവിടെ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ. ഇല്ല, അപ്പൊ ഇതിന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ഇതിന് 2 എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കിട്ടുന്നുണ്ട്. അപ്പൊ എന്താ, ഇതിന് കൂടുതൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ ഇലക്ട്രോൺസ് ഇവിടെ അടുത്തോട്ട് വരും. അപ്പൊ എന്താ, അടുത്തോട്ട് വരുമ്പോൾ എന്താ, അറ്റോമിക് സൈസ് കുറഞ്ഞു, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു ഇലക്ട്രോൺ പോയതുകൊണ്ട്. അപ്പൊ അറ്റോമിക് സൈസ് കുറയുന്നു. അതാണ് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. കാറ്റയോണിലപ്പം അറ്റോമിക് സൈസ് കുറയും. അതേപോലെ തന്നെ ആനയോണിലപ്പം എന്താവും? നേരെ തിരിച്ചുള്ള ലോജിക്കാണോ? ഒരു ഇലക്ട്രോൺ കൂടുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും, അപ്പൊ അറ്റോമിക് സൈസ് കൂടും. അപ്പൊ പാരന്റ് ആറ്റത്തിനേക്കാളും കാറ്റയോണിന്റെ സൈസ് കുറവായിരിക്കും, ആനയോണിന്റെ സൈസ് കൂടുതലായിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. കാറ്റയോൺ is smaller than its parent atom because it has fewer electrons while its nuclear charge remains the same. The size of an anion will be larger than that of parent atom because the addition of 1 or more electrons would result in an increased repulsion among the electrons and a decrease in effective nuclear charge. Okay. For example, ഇവിടെ എക്സാമ്പിൾ ഉണ്ട്. ഫ്ലൂറൈഡ് അയോൺ, എന്താ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോണിന്റെ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് 136 പൈക്കോമീറ്റർ ആണ്. പക്ഷേ ഫ്ലൂറിന്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് 64 പൈക്കോമീറ്റർ ആണ്. ആനയോൺ ആയതുകൊണ്ട് പാരന്റത്തിനേക്കാളും സൈസ് കൂടണം ആനയോൺ. ഓൺ ദി അതർ ഹാൻഡ് കാറ്റയോണിന്റെ എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. എന്താണ്, ന്യൂട്രൽ സോഡിയം ആറ്റത്തിന്റെ അറ്റോമിക് റേഡിയസ് എന്ന് പറയുന്നത് 186 പൈക്കോമീറ്റർ ആണ്. പക്ഷെ അയോണിക് റേഡിയസ് ഓഫ് Na+ എന്താണ് 95 പൈക്കോമീറ്ററേ ഉള്ളൂ. അപ്പൊ കാറ്റയോണിന്റെ സൈസ് പാരന്റത്തിനേക്കാളും കുറവാണ്. When we find some atoms and ions which contain the same number of electrons, we call them isoelectronic species.
ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള ആറ്റംസിനെ എന്താണ് ആറ്റംസിനെയാണ് നമ്മൾ എന്ത് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുണ്ട് ഇവിടെ എന്താണ് O2 - F - Na + Mg2+. O2 - ആണ്. ഓക്സിജൻ നമുക്കറിയാം അറ്റോമിക് നമ്പർ 8 ആണ്. അപ്പൊ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആറ്റത്തിന്റെ എത്ര ഇലക്ട്രോൺസ് അവിടെ കാണും? 8 ഇലക്ട്രോൺസ് കാണും. ഓക്കെ അല്ലേ? അപ്പൊ O2 - ആണ്. ന്യൂട്രൽ ഓക്സിജൻ ആറ്റത്തിൽ 8 ഇലക്ട്രോൺസേ ഉള്ളൂ. അപ്പൊ O2- എത്ര ഇലക്ട്രോൺസ് കാണും? 10 ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ F- എത്ര ഇലക്ട്രോൺസ് ഉണ്ട് നമുക്കറിയാം, അറ്റോമിക് നമ്പർ 9 ആണ്. അപ്പൊ 9 ഇലക്ട്രോൺസ് കാണും. അപ്പൊ F- എത്ര ഇലക്ട്രോൺസ് കാണും? 10 ഇലക്ട്രോൺസ് കാണും, 1 ഇലക്ട്രോൺ കൂടി. അതേപോലെ തന്നെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം 11 ആണ്. അപ്പൊ അതിനകത്ത് 11 ഇലക്ട്രോൺ കാണും. പക്ഷെ Na+ൽ 1 ഇലക്ട്രോൺ കുറഞ്ഞു, അപ്പൊ അതിന് 10 ഇലക്ട്രോൺ ആയി. അതേപോലെ തന്നെ Mg2+. മാഗ്നീഷ്യം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 12 ആണ്. അപ്പൊ അതിനകത്ത് 12 ഇലക്ട്രോൺ ആണ്. Mg2+ എന്ന് വെച്ചാൽ 2 ഇലക്ട്രോണ് കളഞ്ഞിട്ടുള്ള അയണാണ്. അപ്പം ഇവിടെ 10 ഇലക്ട്രോൺസ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ അയോൺസിനെല്ലാം എന്താണ് 10 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വരുന്ന സ്പീഷീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയ വുഡ് ബി ഡിഫറെന്റ് ബിക്കോസ് ഓഫ് ദർ ഡിഫറെന്റ് ന്യൂക്ലിയർ ചാർജ്. പക്ഷെ ഇവർക്ക് ഒരേ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണെങ്കിലും ഇവരുടെ അറ്റോമിക് റേഡിയസ് ഡിഫറെന്റ് ആയിരിക്കും. അതെന്താ നമുക്ക് നോക്കാം. The cation with greater positive charge will have a smaller radius because of the greater attraction of the electrons to the nucleus. Anion with the greater negative charge will have the larger radius. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസ് വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അയോണിക് റേഡിയസ് പറയാൻ പറ്റും? ഒരു ഓർഡർ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമുക്ക് തന്ന എക്സാമ്പിൾ തന്നെ എടുക്കാം. O2 - F - Mg2+, Na+, നാല് നമുക്ക് തന്നിരുന്നു. അപ്പൊ ഈ 4 അയോൺസ് നമുക്ക് തന്നിരുന്നു. എല്ലാത്തിനും 10 ഇലക്ട്രോൺസും ഉണ്ട്. നമുക്ക് എന്താണ് ഇതിൽ അയോണിക് റേഡിയസിന്റെ ഓർഡർ പറയുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഓർഡർ വരിക? ഏറ്റവും വലുത് O2-, പിന്നെ F-, പിന്നെ Na+, പിന്നെ Mg2+. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് നമുക്കറിയാം ആനയോൺസിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താണ് കിട്ടുന്ന ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറഞ്ഞു വരും. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ ഇലക്ട്രോൺസ് എണ്ണം കൂടുന്നതനുസരിച്ച് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതൽ കുറയും. അപ്പൊ അതിനനുസരിച്ച് അയോണിക് റേഡിയസ് കൂടും. മാത്രമല്ല ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച് അകത്തുള്ള ഓൾറെഡി ആറ്റത്തിൽ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിന് റിപ്പൾഷനും ഉണ്ട്. ആ റിപ്പൾഷൻ കൂടുന്നുണ്ട്, എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയുന്നുണ്ട്. അപ്പൊ ആ 2 കാരണങ്ങൾ കൊണ്ട് അയോണിക് റേഡിയസ് കൂടി വരും ഇലക്ട്രോൺസ് കൂടുന്നതനുസരിച്ച്. ഇലക്ട്രോൺ കുറയുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ കുറയുമ്പോൾ ഒരു ഇലക്ട്രോണിന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. അപ്പം ഇലക്ട്രോണിക്സ് കൂടെ അടുത്തേക്ക് വരും, അയോണിക് റേഡിയസ് കുറയും. അതാണ് ഇവിടുത്തെ ലോജിക്ക്. ഇലക്ട്രോൺ കൂടുന്നതനുസരിച്ച് സൈസ് കൂടും, ഇലക്ട്രോൺ കുറയുന്നതനുസരിച്ച് സൈസ് കുറയും. അതാണ് ഐസോഇലക്ട്രോണിക് സ്പീഷീസിന്റെ അയോണിക് റേഡിയസ് നമ്മൾ പറയുമ്പോൾ വരുന്ന ഓർഡർ എന്ന് പറയുന്നത്. ആനയോൺസിന് ഇപ്പൊ ഇങ്ങനെ ജനറൽ ഓർഡർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ആലോചിക്കാം. സൈസ് പറയുമ്പോൾ ആനയോണിന്റെ സൈസ് കൂടുതൽ, പിന്നെ നോർമൽ സ്റ്റേറ്റിലുള്ളത്, പിന്നെ കാറ്റയോൺ. ഇതായിരിക്കും അയോണിക് റേഡിയസിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് അയോണൈസേഷൻ എന്തൽപിയെ പറ്റിയാണ്. എന്താണ് അയോണൈസേഷൻ എന്തൽപി? എന്താണ് അയോണൈസേഷൻ? ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ട എന്തൽപി ചേഞ്ച്, അതിനെയാണ് നമ്മൾ അയോണൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ കളയണമെങ്കിൽ അത് എപ്പോഴും എന്താണ് ഒരു എൻഡോതെർമൽ പ്രോസസ്, അല്ലെങ്കിൽ ഒരു എനർജി എപ്പോഴും കൊടുത്താലേ ഒരു ആറ്റത്തിന് ന്യൂട്രൽ ആറ്റത്തിന് ഇലക്ട്രോണിനെ പുറത്ത് കളയാൻ പറ്റൂ. A quantity measure of the tendency of an element to lose electron is given by its ionization enthalpy. ഒരു ആറ്റം എത്ര പെട്ടെന്ന് ഇലക്ട്രോണെ കളയും എന്ന് നമുക്ക് ക്വാണ്ടിറ്റിയിൽ പറയാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അയനൈസേഷൻ എന്തൽപി എന്ന് പറയുന്നത്. It represents the energy required to remove an electron from an isolated gaseous atom in its ground state. ഒരു isolated gaseous ആറ്റത്തിന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ വേണ്ട എനർജി. അപ്പം ആ എനർജിയാണ് നമ്മൾ അയനൈസേഷൻ എന്തൽപി എന്ന് വിളിക്കുന്നത്. In other words, the first ionization for an element X is the enthalpy change for the reaction. എന്താണ്? ന്യൂട്രൽ ഗേഷ്യസ് ആയിട്ട് താഴ്ത്തിരിക്കുന്ന എക്സിന് ഒരു ഇലക്ട്രോൺ കളഞ്ഞ് X+ ആയി.
അതിന് വേണ്ട എനർജി അല്ലെങ്കിൽ അതിന് ആ റിയാക്ഷൻ നടന്നപ്പോണ്ട എൻതാൽപ്പി ചേഞ്ചിനെ അതിനെയാണ് നമ്മൾ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് വിളിക്കുന്നത്. The ionization enthalpy is expressed in terms of kilojoule per mole. Kilojoule per mole ആണ് ionization enthalpy കാണിക്കുന്നത്. We can define the second ionization enthalpy as the energy required to remove the second most loosely bounded electron. ഇപ്പൊ എന്താണ് സെക്കൻഡ് ionization enthalpy? ഇപ്പൊ ഓൾറെഡി ഒരു ഇലക്ട്രോൺ കളഞ്ഞ എക്സ്+ ആറ്റം നമ്മൾ ഇരിപ്പുണ്ട്. ആ ആറ്റത്തിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ കളയാം. അപ്പൊ നമ്മൾ അതിനകത്ത് ഫസ്റ്റ് ionization അത് കൂട്ടുന്നില്ല. ഒരു ionization കഴിഞ്ഞിട്ട് പിന്നെ ഒരു ionization നടത്താൻ വേണ്ടി എനർജി അതിനെയാണ് നമ്മൾ സെക്കൻഡ് ionization enthalpy എന്ന് കാണിച്ചത്. പിന്നെ അത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എന്താണ് X+ ഗ്യാസിലെടുത്ത് നിന്ന് X2+ ആവാൻ വേണ്ട എനർജി, അതാണ് സെക്കൻഡ് ionization enthalpy. അപ്പൊ തേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? X2+ ഒരു ഇലക്ട്രോൺ കളഞ്ഞ് X3+ ആവാനുള്ള എനർജി, അതാണ് തേർഡ് ionization enthalpy. അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. Energy is always required to remove electrons from an atom and hence ionization enthalpies are always positive. ഇപ്പൊ എന്താണ് ഒരു ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണെ കളയാൻ എപ്പോഴും എനർജി നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ എൻതാൽപ്പി ചേഞ്ചിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഇതൊരു എൻഡോതെർമിക് പ്രോസസ് ആണ്, അതുകൊണ്ടാണ് പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. The second ionization enthalpy will be higher than the first ionization enthalpy because it is most difficult to remove an electron from a positively charged. എന്താണ് ഓൾറെഡി ഒരു ഇലക്ട്രോൺ കളഞ്ഞ് നിൽക്കുന്ന ഒരു ആറ്റം വെച്ചാൽ ഇവിടെ X+ ആറ്റം, ഈ X+ ആറ്റത്തിൽ നിന്ന് വീണ്ടും ഒരു ഇലക്ട്രോൺ കളയാന്ന് വെച്ചാൽ അതിൽ കൂടുതലാണ് നേരത്തെ കൊടുത്തതിനേക്കാളും എനർജി കൂടുതൽ വേണം. കാരണം ഒരു ഇലക്ട്രോൺ പോയത് കൂടിയാണ് എന്താണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇലക്ട്രോൺസിന് കിട്ടുന്നത് കൂടി ഇല്ലേ. അപ്പൊ ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഓവർകം ചെയ്യാൻ നേരത്തെ കൊടുത്തതിനേക്കാളും കൂടുതൽ എനർജി നമ്മൾ സപ്ലൈ ചെയ്യും. അപ്പൊ അത് സെക്കൻഡ് ionization enthalpy എന്താ എപ്പോഴും ഫസ്റ്റ് ionization enthalpyയേക്കാളും കൂടുതലായിരിക്കും. അപ്പം അതേപോലെ തേർഡ് ionization enthalpy സെക്കൻഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾ വെറുതെ അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന എന്താണ് ഫസ്റ്റ് ionization enthalpy ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. The first ionization enthalpies of elements having atomic numbers up to 60 are plotted in figure 3.5. Figure 3.5 നമ്മൾ ഫസ്റ്റ് ionization enthalpyയുടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഗ്രാഫ്. The periodicity of the graph is quite striking. You will find maximum noble gases which have closed electron shells and very stable. നമ്മൾ ഈ നോക്കുവാണെങ്കിൽ ഗ്രാഫ് നോക്കുവാണെങ്കിൽ പീക്ക് എത്തുന്ന എലമെന്റ്സ് എന്താണ് എപ്പോഴും നോബിൾ ഗ്യാസസ് ആണ്. കാരണം എന്താ അവർക്ക് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പൊ ഓരോ പീരീഡിലുള്ള പീക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ പീരീഡിൽ ഏറ്റവും കൂടുതൽ ionization enthalpy ഉള്ള ആർക്കാണ്? അവരുടെ റെസ്പെക്റ്റീവ് നോബിൾ ഗ്യാസസിലാണ്. On the other hand, minima occur at the alkali metals and their low ionization enthalpies. മാത്രമല്ല ഓരോ പീരീഡിൽ ഏറ്റവും കുറവ് വരുന്ന ആർക്കാണ്? ആൽക്കലി മെറ്റൽസിനാണ് ഏറ്റവും കുറവ് ionization enthalpies കാണിക്കുന്നത്. ഓരോ പീരീഡിൽ ഏറ്റവും കുറവ് ionization enthalpy ഉള്ളത് ഗ്രൂപ്പ് 1 അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസിനാണ് ഉള്ളത്. In addition, you will notice the two trends. The first ionization enthalpy generally increases as we go across a period. ഒരു പീരീഡ് ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് ionization enthalpy കൂടി കൂടി വരും ആൻഡ് ഡിക്രീസസ് ആസ് വി ഡിസെൻഡ് ഇൻ എ ഗ്രൂപ്പ്. മാത്രമല്ല ഒരു ഗ്രൂപ്പിന്റെ മേലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ionization enthalpy കുറഞ്ഞു കുറഞ്ഞു. പിന്നെ പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ionization enthalpy എന്താണ് കൂടി കൂടി വരും. ഗ്രൂപ്പിലാണെങ്കിൽ മേലിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ionization enthalpy കുറഞ്ഞു കുറഞ്ഞു വരും. അതാണ് ജനറൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ട്രെൻഡ് ഈ രണ്ട് ഗ്രാഫുകളിൽ കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പീരീഡിലുള്ള ട്രെൻഡും ഗ്രൂപ്പിലുള്ള ട്രെൻഡ്. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ionization enthalpy കൂടിക്കൂടി വരുന്നു. പിന്നെ അതിന് കുറച്ച് എക്സെപ്ഷൻ ഒക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നൈട്രജൻ ഓക്സിജൻ ചെറിയ എക്സെപ്ഷൻ ഉണ്ട്. അപ്പൊ നൈട്രജൻ ഓക്സിജന്റെ എക്സെപ്ഷൻ ഇവിടെ വരാനുള്ള കാരണം എന്താണ്? ഇപ്പൊ നമ്മള് നൈട്രജൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്തതാണ് 1s2 2s2 2p3. നമുക്ക് അറ്റോമിക് നമ്പർ 7 ആണ്. അപ്പൊ 2p3 കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ഹാഫ് ഫിൽഡ് പി ഓർബിറ്റിലാണ്. ഇപ്പൊ ഹാഫ് ഫിൽഡ് പി ഓർബിറ്റിൽ ഓൾറെഡി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രോൺ കളയാൻ ഓക്സിജൻ എന്ന് പറയുന്നത് ഓക്സിജന്റെ ഒപ്പം എങ്ങനെ വരും? ഓക്സിജന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p4 വരും. 2p4 വരുമ്പോ എന്താ? ഇവിടെ ഒരു ഇലക്ട്രോൺ പോയാൽ നമുക്ക് 2p3 കോൺഫിഗറേഷൻ ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ ഇലക്ട്രോൺ പോയാൽ നമ്മൾ സ്റ്റെബിലിറ്റി പോവാണ്, സ്റ്റെബിലിറ്റി കുറയാണ്. ഇവിടെ ഒരു ഇലക്ട്രോൺ പോയാൽ സ്റ്റെബിലിറ്റി കൂടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഓക്സിജന് ഒരു ഇലക്ട്രോൺ കളയാൻ നൈട്രജനേക്കാളും എനർജി കുറച്ച് മതി. അതാണ് ഇവിടെ ഈ എക്സെപ്ഷൻ വരാനുള്ള കാരണം.
പിന്നെ ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ എന്തറിയാം, മേലെയും താഴോട്ട് വരുമ്പോൾ നമ്മുടെ അയനൈസേഷൻ എന്താൽപ്പി കുറഞ്ഞു വരുന്നു. കാരണം എന്താണ്, നമ്പർ ഓഫ് സെൽസ് കൂടുന്ന ന്യൂക്ലിയർ ചാർജ് കുറയുന്നു. അപ്പം ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ലൂസ്ലി ബൗണ്ട് ആകുമ്പോൾ കുറച്ച് എനർജി കൊടുത്താൽ മതി ഇലക്ട്രോൺ പുറത്ത് ചാടാൻ. അതാണ് ഗ്രൂപ്പിൽ നിന്ന് മേലെയും താഴോട്ട് വരുമ്പോൾ അയനൈസേഷൻ എന്താൽപ്പി കുറയാനുള്ള കാരണം എന്ന് വെച്ചാൽ. ഓക്കെ, you will appreciate that the ionization enthalpy and atomic radius are closely related properties. To understand these things, you have to consider two factors: the attraction of electrons towards nucleus, the repulsion of electrons from each other. നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് അയനൈസേഷൻ എന്താൽപ്പി കൂടുന്നത് കുറയുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ അറ്റോമിക് റേഡിയസ് നമ്മൾ എടുക്കാം. അറ്റോമിക് റേഡിയസ് നമ്മൾ എടുക്കുമ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ എടുക്കുമ്പോൾ എന്താ, അറ്റോമിക് റേഡിയസ് മേലെയും താഴോട്ട് വരുമ്പോൾ കൂടി വരികയാണ്. അതേപോലെ തന്നെ അയനൈസേഷൻ എന്താൽപ്പി മേലെയും താഴോട്ട് വരുമ്പോൾ എന്താ, കുറഞ്ഞു വരികയാണ്. ഇനി പീരീഡ് നമ്മൾ കൺസിഡർ ചെയ്യാം. പീരീഡ് അറ്റോമിക് റേഡിയസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരികയാണ്. ഇനി ഗ്രൂപ്പിലാണെങ്കിലോ, പീരീഡിൽ അയനൈസേഷൻ എന്താൽപ്പി ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്തായി, കൂടി വരികയാണ്. അപ്പൊ ഇത് ഒരു ഇൻവേഴ്സ് റിലേഷൻ കാണാം. അറ്റോമിക് റേഡിയസിന് ഇൻവേഴ്സ് ആയിട്ടാണ് അയനൈസേഷൻ എന്താൽപ്പി കാണിക്കുന്നത്. അപ്പൊ ഇതിങ്ങനെ വരാനുള്ള കാരണം എന്താണ്? കാരണം ഒന്നാമത്തെ കാരണം അട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ന്യൂക്ലിയസ്. അപ്പം എന്ന് വെച്ചാൽ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, അതാണ് ഇൻഡയറക്ട്ലി പറയുന്നത്. എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ച് എന്തായിരിക്കും, കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺസ് ന്യൂക്ലിയസ് ആയിട്ട് ക്ലോസ്ലി ബൗണ്ട് ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഇലക്ട്രോണെ കളയാൻ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇന്നർ ഇലക്ട്രോൺസിന്റെ ഷീൽഡിങ് എഫക്ട്. ഇപ്പൊ എന്താണ് ഷീൽഡിങ് എഫക്ട്? നമുക്ക് ഒരു ആറ്റം കൺസിഡർ ചെയ്യാം. അപ്പൊ അതിന് കുറെ ഷെല്ലുണ്ട് വിചാരിക്കാം. ഓക്കെ, ഇന്നർ ഷെല്ലില് നമുക്കൊരു 2 ഇലക്ട്രോൺ ഉണ്ട് വിചാരിക്കാം. ഔട്ടർ ഷെല്ലില് ഒരു 3-4 ഇലക്ട്രോൺ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മുടെ എന്തൊക്കെ ഫോഴ്സ് ആണ് ഉണ്ടാകുന്നത്? ഒന്ന് നമ്മുടെ ഔട്ടർ ഇലക്ട്രോണെ കളയാൻ നിൽക്കുക. ഇപ്പൊ ന്യൂക്ലിയസും നമ്മുടെ ഇലക്ട്രോണും തമ്മിൽ എന്താണ്, ഒരു എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. മാത്രമല്ല ഇന്നർ ഇലക്ട്രോൺസ് എന്തായി, ഔട്ടർ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഇന്നർ ഇലക്ട്രോൺസ് ഔട്ടർ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുന്ന ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് ഷീൽഡിങ് എഫക്ട് വിളിക്കുക. അപ്പൊ ഷീൽഡിങ് എഫക്റ്റും ഈ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഷീൽഡിങ് എഫക്ട് കൂടിയാൽ എന്തായി, സൈസ് കൂടും, അയനൈസേഷൻ എന്താൽപ്പി കുറയും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം. ഷീൽഡിങ് എഫക്റ്റിന്റെ വേറൊരു പേരാണ് സ്ക്രീനിങ് എഫക്ട്. അപ്പൊ എന്താണത്? ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് experienced by a valence electron in an atom will be less than the actual charge on the nucleus because of the shielding of screening. അപ്പൊ എന്താണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ആറ്റത്തില് ന്യൂക്ലിയസ് ഉണ്ട്, 2 ഷെല്ല് നമ്മൾ വരച്ച് കാണിച്ചു, ഔട്ടർ ഷെല്ല് ഒരു ഇലക്ട്രോൺ കാണിച്ചു. ന്യൂക്ലിയസും ഇതും തമ്മിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്, അതാണ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറയുന്നത്. പക്ഷെ ആ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. എന്തുകൊണ്ട്? നമ്മുടെ ഇന്നർ ഇലക്ട്രോൺസ് ഔട്ടർ ഇലക്ട്രോൺസിനെ റിപ്പൽ ചെയ്യുന്നുണ്ട്. ഈ റിപ്പൽഷനെ നമ്മൾ സ്ക്രീനിങ് എഫക്ട് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്ട്. ഇത് കാരണം വെളിയിലത്തെ ഇലക്ട്രോണ് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറയും. അതിനെയാണ് നമ്മൾ ഷീൽഡിങ് എഫക്ട് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. For example, the 2s electron in lithium is shielded from the nucleus by the inner core of 1s electrons. എന്നുവെച്ചാൽ എന്താണ്, ലിഥിയം ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2s ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്. ആ ഇലക്ട്രോൺ ആര് റിപ്പൽ ചെയ്യും? 1s ഇരിക്കുന്ന 2 ഇലക്ട്രോൺസ് റിപ്പൽ ചെയ്യും അല്ലെങ്കിൽ ഷീൽഡ് ചെയ്യും. അതുകൊണ്ട് അതിന് കിട്ടുന്ന എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.